മോഡിഫൈഡ് വാഹനങ്ങളുടെ പ്രദർശനവുമായി എംബിറ്റ്സ് കോളേജിലെ ഓട്ടോ എക്സ്പോ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഓട്ടോ എക്സ്പോയിൽ വിവിധ വിഭാഗങ്ങളിലായി 50ഓളം വാഹനങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിലെ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി എത്തിച്ചിരിക്കുന്ന മോഡിഫൈഡ് വാഹനങ്ങളാണ് ഇവ. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പുറമേ മാത്രമല്ല മെക്കാനിസത്തിലും വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. വില കൂടിയതും ഇറക്കുമതി ചെയ്തതുമായ പെയിന്റുകൾ, ഗ്രാഫിക്സുകൾ എന്നിവയിൽ തുടങ്ങി എൻജിൻ, എക്സോസ്റ്റ് എന്നിവയിലുൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു റേസിന് സജ്ജമായ തരത്തിലാണ് എല്ലാ വാഹനങ്ങളുടെയും നിലവാരം. ഇതേക്കുറിച്ച് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഇങ്ങനെ വ്യക്തമാക്കുന്നു. നമുക്ക് ഓവർ ദ ഗ്ലോബ് ഓട്ടോമോട്ടീവ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുതിയ കണ്ടെത്തലുകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നൂതനമായ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്ക് കൂടുതൽ കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും നമ്മൾ ഈ ഓട്ടോ ഷോയിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മളെ സംബന്ധിച്ച് ഈ കോളേജിൽ കുട്ടികൾ എല്ലാ വർഷവും നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ ചലഞ്ചുകളിൽ പങ്കെടുത്ത് അവിടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. എല്ലാ വർഷവും നമ്മൾ കോമ്പറ്റീഷൻസിന് പോകുന്നതാണ്. അപ്പോൾ ഈ ഓട്ടോമോട്ടീവ് മേഖലയിൽ എന്തൊക്കെ അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും, പുതിയതായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് അതിലൊരു യുണീക്കായിട്ടുള്ള പ്രസൻസ് ആയിട്ട് മാറാൻ സാധിക്കും. എംബിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കി ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ഗോ കാർട്ടിംഗ് വാഹനവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള വാഹനങ്ങൾക്കൊപ്പം കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 9ഓളം വാഹനങ്ങളും പ്രദർശനത്തിൽ എത്തിച്ചിരുന്നു. മോഡിഫൈ ചെയ്തിറക്കിയ വാഹനങ്ങളെ കാണാൻ നാട്ടുകാരും ഒപ്പം മറ്റു കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ടെക് ഫെസ്റ്റിലേക്ക് എത്തുകയാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.